വെൽക്കം ബാക്ക് ടു ലേണിനോ ജോബ് അപ്ഡേറ്റ്സ്. പാലക്കാട് കഞ്ചിക്കോട്ട ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിൽ കുറച്ച് ഒഴിവുകളുണ്ട്. ഓഗസ്റ്റ് 12 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണെന്ന് നോക്കാം. സോ ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഏജ് ലിമിറ്റ്, അതിന്റെ പോസ്റ്റ് പേ ആൻഡ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എഞ്ചിനീയർ പോസ്റ്റിലേക്ക്, ഇപ്പോൾ ബിടെക് ബി ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ സിവിലില് നമുക്ക് എഞ്ചിനീയർ, അത് ബിഇ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ്. അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. നെക്സ്റ്റ് വരുന്നത് അസംബ്ലി ഡിപ്പാർട്ട്മെന്റ്, നമുക്ക് എഞ്ചിനീയർ പോസ്റ്റ് ബിഇ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ആണ് അത് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ദെൻ IT സെന്ററിലേക്ക് നമുക്ക് ജൂനിയർ എഞ്ചിനീയർ വരുന്നുണ്ട്. അത് MCA 60% മാർക്ക് വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പ്രൊഡക്ഷനിലേക്ക് 6 പേര്, അത് ടർണർ വരുന്നുണ്ട്. അതിൽ ഓരോ കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ITI ടർണർ വിത്ത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. നെക്സ്റ്റ് പ്രൊഡക്ഷനിൽ തന്നെ മെഷീനിസ്റ്റ് വരുന്നുണ്ട്, പ്രൊഡക്ഷനിൽ ഫിറ്റർ വരുന്നുണ്ട്. അതൊക്കെ ITI കഴിഞ്ഞവർക്കാണ്, അതാത് ട്രേഡുകളിൽ ITI കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ വരുന്നത് മൾട്ടി സ്കിൽ സ്റ്റാഫ് ആണ് വരുന്നത്. അത് ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ ഗ്രാജുവേഷൻ മിനിമം 60% മാർക്കാണ് വേണ്ടത്. ദെൻ നേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് BSc നഴ്സിംഗ്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് സ്റ്റോർമാൻ വരുന്നുണ്ട്. സ്റ്റോർമാൻ അത് SSLC പാസ്സാണ് വേണ്ടത്. പിന്നെ സിവിൽ ടെക്നീഷ്യൻ വരുന്നുണ്ട്. അത് ITI പ്ലംബർ വിത്ത് NTC സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. സോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് www.ilpgt.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ ഫോമാറ്റ് ഉണ്ടാവും. ആ ആപ്ലിക്കേഷൻ ഫോമാറ്റിൽ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഫില്ല് ചെയ്യുക. നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ തന്നെ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു DD എടുക്കണം. ദെൻ നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ള സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിലേക്കാണ് നമ്മൾ ഇത് സെൻഡ് ചെയ്യേണ്ടത്. അത് ഓർഡിനറി പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ്, കൊറിയർ വഴിയാണ് നമ്മൾ അയക്കേണ്ടത്. അതിൽ നമ്മൾ ഓഗസ്റ്റ് 12 ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യുക. താങ്ക് യു.